ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ കാലങ്ങൾക്ക് ശേഷം അടുത്തൊരു വ്ളോഗായി, എപ്പോഴും കാലങ്ങൾക്ക് ശേഷം കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് എത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഉമ്മച്ചി പോയതോടുകൂടി ഇന്ന് രണ്ടാമത്തെ ദിവസം. ഇന്നലെ ഒന്നാമത്തെ ദിവസമായിരുന്നു, ഇന്ന് രണ്ടാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ ഷെഫിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടു. നമ്മൾ സൂപ്പ് ഉണ്ടാക്കിയിട്ടും ബണ്ണുണ്ടാക്കിയിട്ടും നമ്മൾ അടിപൊളിയാക്കി ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അഞ്ഞൂനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ആണെങ്കിൽ അഞ്ഞൂൻ്റെ ചാനലിൽ പോവുക, ഹനാൻ സ്റ്റോറീസിലുണ്ടാവുക, അല്ല ഹനാൻസ് ഫാമിലിയിലുണ്ടാവുക വ്ളോഗ്. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഇന്ന് നൈറ്റ് ആവശ്യമാത്ര ചോറൊക്കെ ഉണ്ടാക്കി പോയി. പക്ഷേ നമ്മളൊരു ചിക്കൻ എന്ന് പറയുന്ന സാധനം എന്തായിട്ട് നമുക്കില്ല. അപ്പോൾ നമ്മൾ കോഴി ഉമ്മച്ചിനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച് ഉമ്മച്ചിൻ്റെ അടുത്ത് ഇവിടുത്തെ എന്താണ് മമ്മൂട്ടിയൊക്കെ മമ്മൂട്ടിയാക്കാൻ്റെ നമ്പറുണ്ട്, മമ്മൂട്ടിയാക്കൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചിക്കൻ എത്തിച്ചു. അപ്പോൾ ചിക്കനൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ചൂടാൻ ആൾക്കാരില്ല. ഇന്ന് പെരയിൽ ആളില്ല. ഇന്ന് പെരയിലെന്ന് പറഞ്ഞാൽ ഇന്ന് ഹോം അലോണാണ് ഞാൻ. ഇന്ന് പെരയിൽ അഞ്ഞില്ല, ബെഞ്ചില്ല. ഇന്ന് ഞാൻ ഒറ്റക്കാണ്. ഇന്ന് പെരയിൽ ഒറ്റക്കാണ്. അതിലാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ബാ റിനാൻ വ്ളോഗിലൊക്കെ ഹായ് പറഞ്ഞ ഹായ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം റിനാനെ വിളിച്ചത്. കാരണം റിനാൻ ഇങ്ങനെ ചോദിക്കഴിഞ്ഞു എന്നാ എൻ്റെ പെച്ചി പോകണം. കാരണം പെച്ചിയും പോണ ദിവസം എന്നാ പോണേ നിങ്ങളുടെ പെരയിൽ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി ഇപ്പം ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എബനെ വിളിച്ചു വന്നു. പിന്നെ ഇവിടെന്നാ മണ്ടി വാങ്ങ അയിഞ്ഞാടി നിൽക്കാതെ ഇതാണ് കേട്ടോ സൗദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറേ ഷോർട്സിലുണ്ട്, കുറച്ച് നമ്മളെ വ്ളോഗിലുണ്ട്. പിന്നെ ചെക്കൻ മുടിയൊക്കെ സൈഡൊക്കെ എടുത്തുട്ടോ. അപ്പോൾ ഫുള്ള് ക്യൂട്ടായി എന്നൊക്കെ പറയണേ ഇച്ചാകെ ഇതായ മാതിരി തോന്നി. പണ്ടത്തെ ലുക്ക് ചെയ്യുന്ന ഒന്നുകൂടി രസം. പിന്നെ സിദിനെ അപ്പോൾ സിദിനും ഉണ്ട്. സിദിന് പറഞ്ഞാൽ ഫുഡ് ലവറാട്ടാ. ഇത് പറഞ്ഞാൽ ഇവന് ബോഡിനെ എങ്ങനെ ഉള്ളൂ, ഇതിൻ്റെ കഥയും വരും, ബോഡി ഇതേ വരെ തന്നെ ഉള്ളൂ. തീർന്നാൽ നല്ലോണം പോവില്ലേ. ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു, രാത്രി ഇറങ്ങും ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. പക്ഷെ എനിക്ക് വിശപ്പ്. ഇവന് പറഞ്ഞാൽ അപ്പോഴും വിശപ്പാണ്. പെരേന്ന് ചോറ് ഇട്ടാലും എന്നാലും വിശക്കും. അങ്ങനെ ചങ്ങായി. പിന്നെ ഫർസ എടുക്കേണ്ട വ്ളോഗ് അറിയാനാ ഓനം അങ്ങോട്ട് വാ. ഫർസാനും ഉണ്ട്. ഫർസാനപ്പോൾ സെറ്റാണ്. ഫർസാൻ ഇവിടെ പേരൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വിളിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫർസാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് തന്നെ നമ്മൾ സെറ്റാക്കി. പിന്നെ വരി അപ്പം നമുക്ക് കാവലായി, നമുക്ക് ഇവിടെ ഒരു മുതിർന്ന ആളായി. പെരയിൽ എപ്പോഴും ഒരു മുതിർന്ന ആളുവാണെന്നില്ലാണ്ട് നമ്മളെ ഒരു മുതിർന്ന പോളിസി അല്ലേ. വരി അപ്പൊ ഇന്ന് ബാസിലാക്ക. അപ്പൊ ഇന്ന് പറഞ്ഞാൽ പെരയിൽ ആരുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബാസിലാക്ക അഞ്ഞു വിളിച്ചാണോ, അഞ്ഞു ബാസിലാക്കനെ വിളിച്ചാണോ? എന്നെ വിളിച്ച് ബാസിലാക്കൊക്കെ വിളിച്ചാണ്ട് ബാസിലാക്ക ഒരു കാര്യഗൗരവം ഒരാള് വേണം. കാര്യഗൗരവം മുതിർന്നൊരു ഫുള്ള് കുട്ടികളും ചെക്കന്മാരൊക്കെ ആണ് വീട്ടിൽ ഉള്ളത്. അപ്പൊ ഇജ്ജാണ്ട് ചെല്ല്, എന്നിട്ട് അവിടെ നിന്ന് മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യണം. എന്നോട് കോർഡിനേറ്റ് ചെയ്യണം. സമയം ഏകദേശം ഒരു 9:10 മണിയിലോട്ട് എടുക്കുന്നു. അപ്പൊ 9:45 ഞാൻ എന്ത് ചെയ്യും, ആ റൂമിൽ കടന്ന് കോർഡിനേറ്റ് ചെയ്യും. അവിടുന്ന് കടന്നുകൊണ്ട് ചിക്കനായിട്ട് എന്ത് ചെയ്യാ വിളിക്കാം. അപ്പൊ ഞാൻ അതിന് വീണ്ടും കോർഡിനേറ്റ് ചെയ്യും. കഴിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യും ബാസിലാക്ക. അപ്പൊ ബാസിലാക്ക നമ്മളൊരു കാര്യഗൗരവമുള്ള ഒരാള് ഇന്നത്തെ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മള് കോർഡിനേറ്റ് ചെയ്യാൻ ബാസിലാക്കാനെ നമ്മൾ ക്ഷണിക്കുന്നതാണ്. ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഇന്ന് പ്രത്യേക മസാല ഫുൾ കൂട്ട്. ഞാൻ കടന്നുറങ്ങിന്റെ ഇടക്ക് ഇങ്ങനെ നീച്ചിങ്ങനെ വരും. അതായത് നീച്ച് വരണം മണം. ആ ടൈപ്പ് സാധനമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അടുക്കളയില് ചിക്കൻ ഇങ്ങനെ ചൂടുമ്പോ മണങ്ങനെ റൂമിക്ക് ചൂടരുത്. അതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം, മണം വരണം. അതാണ് ചൂടുന്നതിന്റെ മുന്നേ തന്നെ മസാല വെക്കുമ്പോ തന്നെ അതിന്റെ സാധനം കിട്ടണം. കടക്കുന്ന പൊന്തണം ഞാൻ. അത് കിട്ടും. അതായത് കടക്കുന്ന ഞാനോട് പൊന്തും ഓട്ടോമാറ്റിക്. നിങ്ങൾ ഇന്നലത്തെ കണ്ടില്ല, ഇന്നലത്തെ സൂപ്പ് കിട്ടില്ല, ഒന്നും പറയാല്ല. ഞാൻ കുടിച്ചിട്ടില്ല, തിന്നിട്ടില്ല. പക്ഷെ അത് ആ ഇതിന് കണ്ടാ മതി, എനിക്ക് അതിന്റെ ഒരു ലെവലിൽ സൂപ്പർ. ഞാൻ കണ്ടു പറയാൻ നിങ്ങളോട്, അടിപൊളി സാധനം. ഇനി കണ്ടപ്പോ തന്നെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് എല്ലാവരും ഇതാക്കേണ്ട. കണ്ടപ്പോ തന്നെ എനിക്ക് അതിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ആഭിജാത്യവും പ്രതിജാത്യവും എല്ലാം കൂടെ നമുക്ക് കിട്ടി. പുഷ്പ ഉണ്ടല്ല. പുഷ്പ ഞാൻ കാണണം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് കാണല്ലേ അറിഞ്ഞോട്. അതെ, ഒപ്പം വരാനേ കാരണം ഓന് ഇന്റെ ഒന്നുകൂടി കാണാം. അതാണ് കാരണം. പടത്തിന്റെ ആ ലെവലാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞങ്ങളൊരു ഇതെന്താ വെച്ചാല് കത്തിപ്പടത്തിന്റെ ഞങ്ങളൊരു ടേസ്റ്റ് ആണ്. അതായത് ഇങ്ങനത്തെ ഈ തെലുങ്ക് പടങ്ങള്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞമ്മക്ക് പോകും. ബാക്കിയുള്ള ആർക്കും വരില്ലല്ലോ. ദേവരെ കണക്ക് കണ്ടപ്പെട്ടല്ലോ.
ദേവർക്ക് ദേവരാണ്ടപ്പോ ദേവരൊക്കെ ഷാർക്കിനിട്ട് ഇങ്ങനെ ഓട്ടിയപ്പണ്ടല്ലോ ഞരമ്പിൽ ഇങ്ങനെ തിജ്ജോടി ഞാനും ബസ്സിലൊക്കെ ഇങ്ങനെ കജ്ജോണ്ട് ഇങ്ങനെ ആടി കൊടുത്തു അമ്മ തിജ്ജ് പടം ഞമ്മക്ക് പോവും എല്ലാവർക്കും പോയിക്കൊള്ളണമെന്നില്ല കുറ്റം പറയുന്നവരുണ്ട് പല ഇതൊക്കെ ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഫൈറ്റ് വേണം ഞമ്മക്ക് ഓക്കെയാണ് അങ്ങനെയാണ് നമ്മളൊരു മൂഡ് ഇപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഇനി കുക്കിംഗ് ഷോ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും വിളിക്കുന്നതാണ് റെസ്റ്റ് എടുത്തോളൂ നിങ്ങൾ സെറ്റ് ആക്കൂല ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നാ മതി അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് മസാല തേക്കണത് ഈ കിടക്കാം മസാല തേച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് ഫ്രീസറിനൊക്കെ എടുക്കണം അതൊക്കെ ഒന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ തീരണ അടുക്കളയിൽ അങ്ങനെ ചുറ്റും നോക്കി അപ്പ എന്താ ഇവിടെ പോലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാ അനക്ക് ചുട്ടിട്ട് ഇതുണ്ടോ ശീലമുണ്ടോ ഇത് ഇപ്പം കാറ്ററിങ്ങിന് പോലുണ്ട് കേട്ടാ റിനാന് ബാസിലാക്കാ മൈക്കത് ഫുള്ള് സൗണ്ട് വെക്കണാവോ കോപ്പറേറ്റ് ഇട്ടോ ഇല്ല കുറച്ച് നേരമായിട്ടുള്ളൂ ബാസിലാക്കാ ഇപ്പം പറയണേ കോഴി ചതക്കണേല് എന്തെങ്കിലും ഇതുണ്ടോ ലോജിക് ഉണ്ടോ ചതച്ചാല് ഒന്നുകൂടി പെട്ടെന്ന് അതിന്റെ സംഭവങ്ങളൊക്കെ പിടിക്കുക മസാല അല്ലേ മസാല പെട്ടെന്ന് പിടിച്ചു എന്താ പറഞ്ഞു ഇതുണ്ടേ കാറ്ററിങ്ങിന് പോലുണ്ട് തേങ്ങ പിങ്ങിങ്ങള് തേങ്ങ പിങ്ങണ മസ്തി അല്ലേ അവനോട് ചോദിക്ക് അല്ലളേ തേങ്ങ കുക്കറിലിടണം കനലുണ്ടോ കുക്കറിലിട്ട് പിങ്ങിയാ മതി 2 വിസിലടിച്ച് 2-3 വിസിലായിട്ട് അടിക്കണം അല്ലേ തേങ്ങ അങ്ങനെയുണ്ട് തേങ്ങ അവിടെ അല്ല ആ തേങ്ങ വിളിച്ചാ തേങ്ങ വിളിച്ചാ എടാ ആ പൊളിച്ചു വാ തേങ്ങല്ലേ തേങ്ങ ഉണ്ട് തേങ്ങ 2 വിസിലായിട്ട് അടിക്കണം അവര് തേങ്ങ എടുക്കടാ ഒരു ഇൻഡ് അനുവിനോട് ചോദിച്ചോക്കട്ടെ എത്ര പുയിങ്ങണ്ട് ചെങ്ങന്മാരെ തേങ്ങല്ലേ അത് ശരി തേങ്ങ അതെങ്ങനെ പുയിങ്ങുക വിളിച്ചോട്ടെ അനുവിനോട് ചോദിച്ചോക്കാം എടാ ഞങ്ങളേ ഇവിടെ ഫുഡ് ഉണ്ടാക്കണ്ടേ അപ്പേ ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കണ്ടേ ഞാനും ഒഫിയൊക്കെ അപ്പൊ ഒരു സംശയം തേങ്ങ പുയിങ്ങുമ്പോ എത്ര വിസിലടിക്കണ്ടേ 2 വിസിലാ 3 വിസിലാ തേങ്ങ കുക്കറിലിട്ട് പുയിങ്ങണ ഇതാക്കാനേ ഹലോ ഇത് കളിക്കല്ലേ 2 വിസില 3 വിസില പറയും അപ്പൊ തേങ്ങ വെള്ളം കളഞ്ഞിട്ട് കുക്കറിലിടാ അങ്ങനെയാണ് വെള്ളം ചൂടായ അപ്പൊ അതിന്റെ ഉള്ളിൽ വെള്ളം ഇതാക്കി കളയണം അല്ലേ പിന്നെ നമ്മൾ ചോക്ലേറ്റ് കുനാഫ ഞാൻ സാധനം വാങ്ങിക്കണേ സേമിയൻ അരിയും ചോക്ലേറ്റ് എനിക്കറിയാം എനിക്ക് ഉണ്ടാക്കാറിയാം എന്നാ നാളെ ചോക്ലേറ്റ് കുനാഫേക്കാം എന്നാ ആയിക്കോട്ടെ എന്നാ ശരി കേട്ടോ ഓക്കെ ഇവിടെ തേങ്ങല്ലേ പുഴുങ്ങാൻ തേങ്ങ വേണ്ടേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഉണ്ടെങ്കിലും ഒന്നുകൂടെ അതിന്റെ ഒരു ഇന്നാലിറ്റി കിട്ടീനി അതിന് വേണ്ടിയാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ആ ചോര പുള്ളി കളഞ്ഞ ഈ കേക്കുമ്പോ സുറുക്ക് വെച്ചണെന്നുള്ളത് വാർത്തക്കാണ് അതൊക്കെ എന്തോ അതൊക്കെ പരമ്പരാഗതമായി കൈമാറി വന്ന ചില എന്താ പറയാ അന്ധവിശ്വാസങ്ങളാണ് കേക്കുമ്പോ അങ്ങനെ സുറുക്ക് വെച്ച് സുറുക്കുണ്ടായിട്ടപ്പോ ആൾക്കാർ കേൾക്കുന്നത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി പണ്ട് ഇവിടെ പണ്ടത്തെ പ്രാചീന കാലത്തിൽ ഇവിടെ സുറുക്ക ഈ സ്റ്റോറേജ് കേട്ടിട്ടില്ലേ ഓരൊക്കെ ചുട്ടാ ബിസിയിലൊക്കെ എങ്ങനെ ബിഫോർ ക്രൈസ്റ്റ് അപ്പം ഓൽക്കൊന്നും പറ്റിയില്ല എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇതാക്കി തന്നെ നമ്മക്ക് ഇനിയിപ്പോ അയിമന്ന് എന്ത് പറ്റാനാണ് കേക്കിക്കാച്ചി വെള്ളം മാത്രം മതി ചോര ഫുള്ള് പോയാൽ മതി ചോര ഫുള്ള് പോയാൽ തന്നെ കോഴി ഓക്കെ ഇമ്മച്ചിപ്പച്ചില്ലാത്തപ്പോ ഞങ്ങൾ ഇവിടെ നിൽക്കണതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഞാനും അനു അതായത് വലിയൊരു ദൗത്യം നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ഏറ്റെടുത്തിട്ടുള്ളത് അതായത് വലിയ പറഞ്ഞ ഭയങ്കര വലിയ ദൗത്യം അതായത് ഞാൻ ഇല്ല മാതിരി പറയാണ് നിങ്ങൾക്ക് ABCD ചുരുക്കി പറഞ്ഞ എന്ത് ചെയ്യൂല അറിയൂല അടുക്കളന്റെ ഒരു ഇത് ഇമ്മച്ചി ഉണ്ടാകുമ്പോ എന്താ വെച്ചാല് ഇവിടെ വന്ന് ഇരിക്കുക ഫുഡ് കഴിക്കുക ജസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ വീഡിയോക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും 1-2 സാധനം അതാക്കുക അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പൊ ശരിക്കും എന്ത് ചെയ്യാണ് നമ്മൾ ഓൺ റിസ്കിലാണ് ഇത് ഫുള്ള് ചെയ്തോണ്ടിരിക്കണത് ശരിക്കും ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഏറ്റെടുത്തോണ്ടിരിക്കണത് അപ്പൊ 5 ദിവസം അങ്ങനെ പോയോക്ക
അങ്ങനെ പോയേക്കാം. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ. അത് ഇന്ന് 2ാമത്തെ ദിവസം ഡേ 2. നാളെ നീ ചോക്ലേറ്റ് കുനാഫ. ഓ അത് മോനെ ഇമ്മച്ചി ആകെ പറയണത് എന്താ അറിയോ, എന്താണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനല്ല ആദ്യത്തെ പ്രയോറിറ്റി പറഞ്ഞ എന്താ അറിയോ, പഠനമാണ്. പഠനത്തില് +1 പരീക്ഷയാണ് ഇന്ന്. തിങ്കളാഴ്ച പരീക്ഷ ഏതോ അറബി സീനില്ലല്ലോ. എന്ത് ചെയ്താലും A+ കിട്ടൂലേ? അങ്ങനെയല്ലേ? അറബി വെറുതെ ആയത്തൊക്കെ എഴുതിച്ച് മറ്റേ സൂറത്തൊക്കെ എഴുതിച്ചാണ്ട് അല്ലേ, ഒന്നും കിട്ടാതെ അങ്ങനെ എഴുതിച്ച് കുറച്ചൊക്കെ എഴുതി. പിന്നെ 2ാമത്തെ പരീക്ഷ 2ാമത്തെ പരീക്ഷ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. ഓക്കെ, അടുത്ത് മാത്സ് ചെറുതായിട്ട് മാത്സ് 3 മാത്സ്. നിങ്ങൾ 2ാം ക്ലാസ്സില സൗത്ത് ക്ലാസ്സില അല്ലേ? ഇവരൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാൻ മാത്രമേ സയൻസ് ഉള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പൊ ഉമ്മച്ചി പറഞ്ഞത് അങ്ങനെയാണ്, പഠനത്തിന് മുൻഗണന. പക്ഷെ ഇവിടെ പഠനത്തിന് ഒരു പഠനമല്ലാത്ത ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ അടുക്കള പഠനമാണ് എങ്ങനെയെങ്കിലും. അല്ലെ ആട്ടോ അത് ഇപ്പഴല്ലേ റിന പുതിയ ഇത് ഇപ്പൊ സ്റ്റാഗിന്ന് എടുത്താട്ടാ. അത് ഇട്ടുകൊണ്ടാണ് കോഴിപ്പണിക്ക് വരുന്നത്. ഞാനേ ഓത്തല്ലടാ പുതിയതാണ്. ലുക്ക് ഒരു രക്ഷയില്ല. ഓള് മസാല തേക്കുമ്പോ ഇനി കാണാട്ടോ. മസാല തേക്കുമ്പോ എന്നാ അരിയാൻ തുടങ്ങല്ലേ? അല്ല വരയാന് അതാ എന്താ ഈ ഓറഞ്ചിന്റെ ഒരു ഇത് അയിമ വരുമ്പോ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു ടേസ്റ്റ് കിട്ടും. ഒരു സുർബിയാനൊക്കെ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു സെറ്റ് ആക്കല്ലേ. പിന്നെ നമ്മളിതിക്ക് നാരങ്ങ നാടേണ്ട ആവശ്യമില്ല. ആ ഒരു സിട്രിക് ആസിഡ് വന്നു ഇതിന് കിട്ടും. ഓ ആ സ്റ്റൈലൊന്ന് കാണട്ടോ ഇത്. ഓ വേറെ നേക്കുണ്ടാഫേ അത് എല്ലാവർക്കും കിട്ടൂല കേട്ടോ. ഓ കറക്റ്റ് വരട്ടാ. ഈ കയ്യിന് കുറച്ച് വരട്ടെ. എടാ ഇതിന് ഒരു രക്തക്കറുണ്ട്, അത് ഉണ്ടായിക്കോട്ടെ. കുറച്ചൊരു ആ ഒരു ഇതുണ്ടായിക്കോട്ടെ. ചോരകളി ആ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ. ഇവിടെ അവിടെ ഒറ്റ വരാണ് വരുന്നത്. ഇതല്ല അല്ലേ? ഇവിടെ ഇറക്കാം. എനിക്കിപ്പോ ഉറക്കം വന്നിട്ട് കണ്ണട് പോകുന്നില്ല സത്യം പറഞ്ഞ. പക്ഷേ ഇതൊന്നും നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചോണ്ട്. അതെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി തരുന്നുണ്ട്. അതെ പിന്നെ പോയി കിടക്കൂട്ടോ. ആ മതി. ഈ ലെഗ് പീസിന് ഇങ്ങനെ വരട്ടെ. എല്ലാം സെറ്റാണ്. ലെഗ് പീസിന് ഇങ്ങനെ വരട്ടെ പോലെ. ബാസിലാക്കാൻ്റെ അത്ര പെർഫെക്ഷൻ കിട്ടുള്ളതിലും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പുറത്തൊക്കെ പോയപ്പോളേ ഇങ്ങനെ ചിക്കൻ വരട്ടാണ്ടാ തരിക. ഇടേണ്ട ആവശ്യം വരില്ല. ഇനി നമ്മളിത് പെരകെത്തുമ്പോഴാണ് എന്താ ഈ പ്രശ്നം വരുന്നത്. നമ്മൾ തന്നെ ഇടേണ്ട വരികയാണ്. ഇന്നുണ്ടാക്കണ പേരെന്താ? ചിക്കനോട് എന്താ ഉദ്ദേശിക്കണേ? എന്താ ചെയ്യാൻ പോണു? അത് ഞാൻ ചോദിച്ചിട്ടില്ല ഇപ്പൊ ഇതുവരെ. സംഭവം ഇങ്ങനെ ചെയ്ത് തരുന്നുണ്ട്. നമ്മള് ഒരു ഇതില്ല. സ്പെഷ്യൽ ഡിഷാണ്. സ്പെഷ്യലാണ്. എന്താവണം അത് അങ്ങനെ ഒരു ഡിഷാണ്. ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പേരിടുക. അത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പേര് കത്തുക. ഓ ഇതാണല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഡിഷിന്റെ പ്രത്യേകത കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ പോണത്? പേരിടാൻ പോണത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. കാരണം ആ ടേസ്റ്റ് നമുക്ക് അപ്പം കിട്ടുമ്പോഴാണ്. കാരണം ടേസ്റ്റ് മാറാം. ചിക്കൻ്റെ ഓരോരോ വേവ് അനുസരിച്ചും ഇതിന്റെ കനലിന്റെ തീ അനുസരിച്ചും ടേസ്റ്റ് മാറും. വിരടണൊക്കെ കറക്റ്റ് ആവുണ്ടോ? അന്നൊക്കെ പിന്നെ എങ്ങനെ ഇട്ട് പോണതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? അത് കാണിച്ചു കൊടുക്കണം. എങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ, പിഞ്ചു ബാലനെ 17 വയസ്സ്, വെറും 17 വയസ്സുള്ള ഒരു പിഞ്ചു ബാലനെ പെരലൊറ്റ കൈയിട്ട് പോലെ അത് പരിപാടിയാ? ശരിയല്ല. അതിനെ പറഞ്ഞാൽ നീ കൊണ്ടുപോകണം. അതാണ് പഠിക്കാൻ വേണ്ടിട്ടല്ലേ എന്നോട് ഒറ്റക്കാക്കി പോയിക്കണേ. പഠനമാണല്ലോ. പഠനമാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഓൻ്റെ മേരെ മോഹിച്ച പണ്ട് പറയുന്നുണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കമ്പൻസേറ്റ് അതെ കമ്പൻസേറ്റാണ് ഉമ്മന്നൊക്കെ പറയുന്നുണ്ട്. നമ്മള് നല്ല ക്ഷീണമുണ്ടെന്ന്. എന്താ ക്ഷീണിക്കാത്ത ചെയ്തത്രേ? എന്തായാലും ചെയ്യാൻ പോയി വൈകുന്നേരം. അപ്പം പോയി സാറിന് രാവിലെ പോലെ ഇന്നിപ്പോൾ കുറച്ച്. അപ്പം നിങ്ങൾ ജിമ്മിന് പോയില്ലേ? ഇന്ന് ജിമ്മിന് പോയില്ല. ഇന്ന് രാവിലെ പോയി. ഇന്ന് രാവിലെ എവിടെ? ഏർലി മോർണിംഗ്. നിങ്ങളെ ബൈക്ക് കാണില്ല അറിയണ്ടല്ലോ, പരാതി ഉണ്ടല്ലോ ജിം മാസ്റ്റർ. അത് കാരണം അറിയോ, പഠിക്കാൻ ഞങ്ങൾ കുറച്ച് ദിവസം
മാറ്റി വെച്ചോ. എന്നിട്ട് പഠിത്തമൊന്നും കാണൂലല്ലോ, ജിമ്മൊക്കെ കാണില്ല. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കാര്യമില്ല, ഞാൻ എന്നോട് പറയലുണ്ടത് അങ്ങനെ. ആ ജിമ്മില് ചെല്ലുമ്പോൾ നമ്മളെ ലെഗിനൊക്കെ കളിക്കുമ്പോൾ മേലക്കട് നോക്കുമ്പോൾ അവിടെ എല്ലാ കോട്ടിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ അതിന് നമ്മൾ മോട്ടിവേറ്റ് ആണോ അല്ലേ? ദ പെയിൻ യു ഫീൽ ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രെങ്ത് യു ഫീൽ ടുമോറോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിമട് കയറുന്ന സാധനം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അലമാക്കാൻ്റെ ഒരു പാട്ടും അതുകൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജിമ്മിൽ സെറ്റാവും. അതെ, വ്ളോഗിൽ ജോൺ ആയിക്കോട്ടെ അഫിയെ, ഓണാവാൻ കഴിയുന്നില്ല, കണ്ണിങ്ങനെ അടയാണ്. ഓണാവാൻ കഴിയാതെ നിൽക്കുകയാണ്. പകലില്ല വ്ളോഗിൽ നമ്മൾ ഓണായിക്കാരാണ്, പകലില്ല വ്ളോഗിൽ ബ്ലാസ്റ്റിലാക്കാനെ പിടിച്ചാ കിട്ടൂല, അതെനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി ഏകദേശം എത്ര സമയമായോടോ നമ്മുടെ ചെക്കന്മാർക്ക് വിട്ടെടുത്തേക്കാണ്. ഒരു ബ്ലാസ്റ്റിലാക്കാൻ നിങ്ങൾ മസാല ആക്കാൻ നിൽക്കുന്നുണ്ടോ അതോ? ഞാൻ പോയി ഇങ്ങോട്ട് കിടക്കും, എന്നിട്ട് നിങ്ങൾ എന്താ ആയിട്ട് എന്നെ ഒന്ന് വിളിക്കാം. ഞാൻ ഇതാ കൈമാറ രാജിക്കത്ത് കൊടുത്തിട്ടാ. അപ്പൊ വാസിലാക്ക പോയിക്കാണ്. വാസിലാക്ക ഞാൻ അമ്മ കൂട്ടെന്ന് കേട്ടോ. നമ്മളിനി മസാല തയ്ക്കുക, ചുടാക്ക നമ്മളെ പരിപാടിയാണ്. ഇൻഷാല്ലാ ടെസ്റ്റ് ചെയ്യും. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് മസാല തയ്ക്കണ ഇത് കിടക്കാം. അപ്പം നമ്മളെ എനർജറ്റിക് മെമ്പർ പോയിരിക്കട്ടാ. എനർജി കുറച്ച് കുറയും, പക്ഷെ നമ്മൾ കുക്കിംഗ് ഉണ്ടാവും. കുക്കിംഗ് എന്തായാലും ഉണ്ടാവും. അടച്ചോളി. അപ്പോൾ വാസിലാക്ക സൈഡാകാൻ പോയി, കാരണം സമയം ഏകദേശം 10:15 അപ്പോൾ നാളെ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാസിലാക്ക പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മസാല തേക്കുകയാണ്. മസാല നമ്മൾ ഉള്ളിൽ കൂടെ കറക്റ്റ് തേക്കുന്നുണ്ട്. അപ്പോൾ ഇനി കറക്റ്റ് ഒരു കുക്കിംഗ് വ്ളോഗിൻ്റെ ഒരു ഫീൽ കിട്ടും, പക്ഷെ എന്നാലും അടിപൊളി വ്ളോഗാവും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി മസാല തേച്ചിട്ട് എന്താടാ ഒരു സാധനം ഇപ്പൊ വെച്ചാ പോലെ ഇതെന്തൊക്കെ സത്യം അറിയാം എന്തടിച്ചേ ഇങ്ങനത്തെ ഓരോ ഇതിന്ന് ഒരാൾക്ക് ഒന്ന് തകിയോ 2 ആണോ? 20 ഒന്നെല്ലാവർക്കും കടക്കണ്ടേ കുറ്റമാർ മൊത്തം 10 കടിച്ച് ഞങ്ങളെ നാട് വികസിക്കാതെ നമ്മളറിയില്ലല്ലോ. ചുള്ളിയോട് ഇങ്ങനെ കിട്ടൂലേ? 12 മണിക്കാണല്ലോ അടക്കുക. ചുള്ളിയോട് കൊച്ചി സിറ്റി ആണല്ലോ. 3 എത്ര ഉണ്ടോ ആ ഫ്രിഡ്ജിക്കൊക്കെ ഇത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. കൊണ്ടോ ഞാൻ ഷുഗർ കട്ടാണ്. മസാല ഓവറാണ് കേട്ടോ, കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മസാല ഓവറായിട്ട് ആകെ പ്രശ്നമായി. മസാല ഓവറായിട്ട് ആകെ പ്രശ്നമായി, വീവിടില്ല. കാരണം എങ്ങനെ ചിക്കൻ തേച്ചിട്ടും അല്ല മസാല തേച്ചിട്ടും എത്ര ഓവർ മസാല ആയാൽ എന്താവണില്ല, അവിടെ ഇതാവണില്ല. അവിടെ മസാല എങ്ങനെ നിൽക്കുക, എങ്ങനെ നോക്കിയിട്ട് അത് ഇത് പിടിക്കണില്ല. നമ്മൾ ഓവർ മസാല വെക്കണില്ല, കറക്റ്റ് ഒരു ഫിക്സ്ഡ് മസാല. ഇപ്പോഴത്തെ മസാല സെറ്റ് മസാല കേട്ടോ, കിടിലം പോലത്തെ മസാല. കാരണം മണം മണക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. കുടിച്ചോ കുടിച്ചോ ഫിസ് കുടിച്ചാണ്ട് കളി കുടിച്ചായിരുന്നു കറക്കല്ലേ അവിടെ. അതെ. അപ്പോൾ നമുക്ക് ഇനി മസാലയൊക്കെ തേച്ചുണ്ട്, കനലൊക്കെ സെറ്റാക്കാൻ. അപ്പോൾ കാണാം എന്തായാലും. അപ്പോൾ ഗൈസ് നമുക്ക് ചാർക്കോൾ നമ്മൾ എന്ത് ചിക്കനൊക്കെ സെറ്റാക്കി, ചിക്കനൊക്കെ വരെ ഇട്ടു, മസാലയൊക്കെ തേച്ചു. പക്ഷെ നമ്മൾ മെയിൻ സാധനം മറന്നു, ചൂടാല്ല ചാർക്കോൾ. അത് കിട്ടിയില്ല. അപ്പോൾ ഈ ചാർക്കോൾ സെറ്റാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഫർസാൻ്റെ ഒരു കൂട്ടുകാരൻ അൻസിൻ്റെ അടുത്ത് പോകാം കേട്ടോ. അപ്പോൾ അൻസി കടയത്തെ പണി കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചാർക്കോൾ എടുത്ത് അവിടുത്തെ ചാർക്കോൾ ഇവിടുത്തെ കുറ്റമ്പാറത്തെ വന്നിടത്ത് ചാർക്കോൾ എടുത്തത്. അപ്പോൾ നമുക്ക് എടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഒരിടത്ത് നിന്ന് ചാർക്കോൾ ഒന്ന് എടുത്തു തരാം. ഓക്കെ. അപ്പോൾ അതാട്ടോ അൻസി വാ ഇവിടെ വാ. അപ്പോൾ അതാട്ടോ അൻസി നമുക്ക് കട ഉണ്ടോ, അത് കടൻ്റെ ഉള്ളിൽ നമുക്ക് ചാർക്കോൾ എടുത്ത് തരാം കേട്ടോ അൻസി. അപ്പോൾ താങ്ക് യു അൻസി. നമ്മൾ ചാർക്കോൾ എടുക്കണേ. അപ്പോൾ ചാർക്കോൾ എടുത്തോണ്ട് നിൽക്കുക. അതിൽ ഫുള്ള് ഇതാ ഒരു ചാക്ക് ചാർക്കോൾ നമുക്ക് അൻസി തന്നിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു അൻസി ഒരു തംസപ്പെടുന്നു. താങ്ക് യു. ഓക്കെ. അപ്പോൾ അൻസി ഇതാട്ടോ ഓൾറെഡി കത്തി കുറച്ച് ചാർക്കോൾ നമുക്ക് ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ ഇട്ടുന്നിട്ട് ഇത് നമ്മൾ കൊണ്ടുപോയി ആദ്യം മറ്റേ സാധാ ചാർക്കോൾ ഇടും. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടാണ്ട് വീശലല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് കുറച്ച് വീശും. അപ്പോൾ എന്നിട്ട് ഈ പാത്രം തിരിച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടു നോക്കും. അപ്പോൾ അങ്ങനെയാണ് സ്കീം. അപ്പോൾ എന്തായാലും പെരേക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ചൂടെടുത്തോണ്ട് കോസ്റ്റ്യൂം ഒന്ന് മാറ്റിയിട്ടോ. ട്രൗസർമൊക്കെ വന്നിരിക്കുകയാണ്. അവസാനം ട്രൗസറും ഒരു നല്ല സുഖമെല്ലാം എടുത്ത് ടീഷർട്ടുമൊക്കെ വന്നിരിക്കുകയാണ്. കാരണം ചെറുതായിട്ടൊരു ചൂടെടുക്കലുണ്ട്. രാത്രിയാണ് ശരിയാണ്, പക്ഷെ
സമയമാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. നമ്മൾ ഏകദേശം ഒരു 8:30 മണിക്ക് നമ്മൾ പ്ലാനിങ് തുടങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12:30 മണിയായി. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചിക്കൻ ഇതിൽ വെച്ചിട്ടില്ല, എന്ന് വെച്ചാൽ അതിന് വെച്ചിട്ടില്ല. നമുക്ക് പറഞ്ഞാൽ കണൽ കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമുക്ക് ചാർക്കോൾ, ലിമിറ്റഡ് ചാർക്കോൾ നമ്മുടെ അടുത്തുണ്ടായതുകൊണ്ട് നമുക്ക് കണൽ കിട്ടില്ല. അപ്പോൾ അത് വരാൻ കുറച്ച് ടൈം എടുത്തു. ഇന്നെ നോക്കാതെ അങ്ങോട്ട് ഒന്നും ഉസാറാവ് ഇല്ലേ ചിക്കൻ എവിടെ എത്തൂലേ. അങ്ങോട്ട് അപ്പോൾ ഇതുവരെ ഇത് വന്നിട്ടില്ല, എന്ത് ചിക്കൻ വെച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പം മയോണൈസ് ഉണ്ടാക്കാൻ നോക്കണം. അപ്പം മയോണൈസിൻ്റെ നമ്മളെ മയോണൈസിൻ്റെ ഷെഫ് ഇവിടെ ഇതാ, മയോണൈസിൻ്റെ ഷെഫ് ഇതിനാട്ടോ. സൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഒലിവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ തൊട്ടേ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെയല്ലേ പറഞ്ഞെടുത്താ, മുട്ട, വെളിച്ചെണ്ണ, വിനീഗർ, ഉപ്പ്, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സ്പൈസി സോസ് ആട്ടോ. സ്പൈസി മയണൈസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അത് സ്പൈസി ആയി വരുമോ? സെറ്റ് ആവില്ലേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ മയണൈസിൻ്റെ കാര്യം നമ്മൾ ഇതിനോട്ട് എടുത്തുകൊണ്ട്, പിന്നെ നമ്മൾ ചിക്കൻ്റെ കാര്യം നമ്മളിങ്ങനെ ഡ്യൂട്ടി എടുത്ത് കണ്ടോ ഓരോരുത്തർക്ക്. അപ്പോൾ നമ്മൾ കണൽ, നമുക്ക് 5 എന്ന കണലൊക്കെ ഇവിടെ ഉണ്ട്. ഇതാട്ടോ നമ്മളെ ചിക്കൻ എന്താക്കണത്, നമ്മൾ നേരത്തെ 10 മണിക്ക് വെച്ചാൽ അതേമാതിരി തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇനി ഇതാക്കണേ, ഇത് നമ്മളെ ഒന്നവിടെ കുറച്ച് ചൂടും. പിന്നെ നമ്മളെ വട്ടത്തിലുള്ള ഗ്രില്ല് ഇവിടെ ഉണ്ട്, അതിൽ ഇപ്പുറത്തും ചൂടും. ആ കത്തിച്ചനെ വീശണേ, വീശി അതുകൊണ്ട് കാര്യമില്ല. ഒരു എന്തൊരു ഇതിന് കുറച്ച് ഉണ്ടോ പൊടിയണോ പൊട്ടണുണ്ടോ? ഇത് മാറ്റിയേക്കങ്ങായി വിരല് കൂട്ടി അടിച്ചിട്ടുണ്ടോ? എന്താണ് അപ്പോൾ ബാസിലാക്കാൻ വിളിച്ചണം എന്തായാലും ലോജിക്കല്ല. കാരണം ചിക്കൻ ചൂടാൻ പോലും തുടങ്ങിയിട്ടില്ല. ബാസിലാക്ക 10 മണിക്ക് കിടന്നു. നമ്മളത് എന്തായാലും ഒരു 2 മണി കണ്ടതാണ് ഇത് ചുട്ട് വരുമ്പോത്തിന്. ഇവിടെ ഇവനെ കയ്യാണ് വെളിച്ചെണ്ണ എവിടെ, ഓയിൽ എവിടെയാണെന്ന് ചോദിച്ചു. എന്താ പയ്യനൊക്കെ പറയാ, വെളിച്ചെണ്ണ എനിക്ക് തന്നാണല്ലോ സൗദാനി ഇവിടുന്ന് കേട്ട്. ഈ ചേട്ടണ്ട് വെളിച്ചെണ്ണ ഇവനെ എന്തോ ഒരു കഷ്ടം തപ്പിയിട്ട് നമ്മൾ ഇതിമ വെക്കട്ടെ. ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ വ്ളോഗ് എടുത്തുന്നാലേ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒന്ന് ഉറക്കണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്ന് സജീവനായിട്ട് നമ്മളെന്താക്കുക, നമ്മളൊന്ന് റെഡി ആയിട്ട് വരാം. സജീവനായി നമ്മളൊന്ന് ഫുള്ളൊന്ന് സെറ്റാക്കട്ടെ ഇവിടെ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ചിക്കൻ ഇപ്പോൾ ഗ്രില്ലിമേലൊക്കെ വെച്ച് ഇതാ ഇത് കരിഞ്ഞു പിന്നെ ഇല്ല കരിയലല്ലേ ഉള്ളിൽ ശരിയാവില്ല, പുറത്തെ കരിഞ്ഞാലോ ആ എണ്ണയൊക്കെ ആയിട്ട് മിസ്റ്റേക്ക്. നമ്മൾ സൺഫ്ലവർ ഓയിലായിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. നമ്മൾ കുറെ അഡ്ജസ്റ്റിങ് ആട്ടോ നമ്മളിപ്പോൾ കുറെ. ഈ കാണുന്നത് ഓടി എത്തണില്ല, കുറെ നേരം വീസണ്. എന്നാലും വീസട്ടെ. എന്താണെന്നറിയോ, ഇത്രയും ഡ്യൂട്ടി എടുത്തോണ്ടേ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി ഇതാണ്, ഈ വീസൽ ഡ്യൂട്ടി. വീസ് കുലുങ്ങള് കടന്ന്. ഓ അത് കത്തി വാടഞ്ചി 10 രൂപ ഉണ്ടല്ലോ. അയ്മക്കുണ്ട് പേപ്പർ എത്തണ്ടോ അതിൻ്റെ അതായത്. അപ്പോൾ അതായത് ഒന്ന് സെറ്റായിട്ട് നമ്മൾ ഇനി വ്ളോഗ് എടുക്കാട്ടോ. സെറ്റായിട്ട് ഇനി ബാക്കിയാണ്. നമ്മൾ അടുക്കളുടെ അറ്റ്മോസ്ഫിയർ ഏകദേശം ഇങ്ങനെ ആയിട്ടോ. ഇതാണ് നമ്മൾ അടുക്കളുടെ അറ്റ്മോസ്ഫിയർ ആകെ കത്തി. ഓ എടാ കയ്യിൽ നിന്ന് ചിക്കൻ കാണിച്ചത്, ചിക്കനോടെ കൊണ്ട് കേട്ടോ. ഞങ്ങളിപ്പുറത്തെ കണ്ണിലെ ഓടിയെത്തിയില്ല. അപ്പോൾ നമ്മൾ കുറേ ഫാം ഒക്കെ ഉണ്ടായിരുന്നു. ഫർസാനെ ഇച്ചുണ്ടാക്കിയ സാധനം കാട്ടി കൊടുത്താ, ഇച്ചുണ്ടാക്കിയ ബ്രഷ് നമ്മളിവിടെ ബ്രഷില്ല കേട്ടോ. ഫർസാന് ഇതാ ബ്രഷ് കയറാണ്ട് വാഴത്തോട്ടത്തിന് പോയി, വാഴൻ്റെ കണ്ടുകൊണ്ട് ബോസ് ബ്രഷർ ഉണ്ടാക്കി. അത് കറക്റ്റ് എഫക്റ്റീവ് ആട്ടോ. ഇതെന്തുകൊണ്ട് ചുറ്റി വാഴൻ്റെ എല്ലാം ഉണ്ടോ? ഇങ്ങോട്ടോ പറഞ്ഞോ സാധനം വാഴൻ്റെ സാധനല്ലേ ഇത്. ഇതിൻ്റെ ഈ തണ്ടില്ലേ, ഇതിൻ്റെ ഈ തണ്ട് മാത്രം എടുത്താണ്ട് കത്തിയെടുത്ത് ഇങ്ങനെ കുനുകുനാകുമ്പോൾ പ്രശ്നമാവും. കാണിച്ചാൽ പിന്നെ കുത്തുവോ ഇത് ഇവിടെ വല്യാപ്പാന്ന് കണ്ട. എന്നിട്ട് ഇതിങ്ങനെ കുനുകുന മറ്റേ കത്തിയോടെ എന്നാലും സാധനാവതേ.
അജിമ കത്തിയാട്ടാന്ന് കാണട്ടോ. ഇപ്പൊ ഗവൺമെന്റ് ഒന്നും ഉറക്കൂല. ബ്രഷ് പൊന്നാര ഫിഫേ. എന്ത് ചേമ്പിലുണ്ണി തട്ടിക്കൂട്ടൽ. അപ്പോൾ താട്ടാ ഫർസാൻ തട്ടിക്കൂട്ട് ബ്രഷാണ്. അതിൽ സാധനം ഇവിടെ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഫർസാൻ ബ്രഷ് ഉണ്ടാക്കി. വാഴത്തോട്ടത്തിൽ പോയാണ് ബ്രഷാണ് ഉണ്ടാക്കി. കണ്ടോ എഫക്റ്റീവ് സാധനം. കറക്റ്റ് എണ്ണ എല്ലായിടത്തും മുക്കുക, പുരട്ടുക. ആടാ എന്തായാലും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബാച്ച് ഉണ്ട് കേട്ടോ. സെക്കൻഡ് ബാച്ച് എപ്പോഴാണ് ആവുക നോക്കാം. അപ്പോൾ കാഴ്ച നമ്മളേ സമയം വൈകിയതുകൊണ്ടും കനൽ എവിടെ എത്തലാന്ന് പറഞ്ഞതുകൊണ്ടും ഒരു ഫാനാണ് കൊടുക്കും. വേറെ വജ്ജില്ലേ? അത് ശരി. ഇത് വി സിയുടെ എവിടെ എത്താനാ? വി സിയുടെ എവിടെ എത്തണില്ല. ഒരു ഫാനും ഒരു എക്സ്റ്റൻഷൻ കേബിളോട് കൊടുന്നു. കറക്റ്റ് വാട്ടർ ലെവൽ ആടേം കപ്പ. എന്താ കുറച്ച് ഹോളായോ? ഓർക്കേ ആടേം കപ്പ. ഒന്നര എടുക്കാത്തട്ടെ. കാരണം നമ്മളെ സെക്കൻഡ് ബാച്ച് എങ്ങനെയും കേറുന്നില്ല. ഔ ആകെ പോകാൻ ഓഫാണ്. എടാ പാട്ടിടല്ലേ? കോപ്പിറൈറ്റ് കിട്ടും. ആടേം കപ്പ. ഇതങ്ങോട്ട് കത്തിയിട്ട് അങ്ങോട്ട് രസമായിട്ടാ. ഇത് മുറിച്ചോ. അപ്പം നമ്മളിനി ഫാനിൽ കുറച്ച് നേരം കാണാനെത്തിച്ചേട്ടാ. ഓക്കെ ഗൈസ്, 1 മണിക്ക് പട്ടി ഇങ്ങനെ പെരുങ്കൊര. ഇവിടെ ഇത്രയും നേരം ഒല്ലോ കൊരക്കണാക്കണ്. എല്ലാവർക്കും ഒരു പേടി വെച്ചിരിക്കണം കേട്ടോ. റിനാനോട് നോക്കിയാ കൂടാ. ചെങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കണ്. പേര ഫുള്ള് ലോക്ക്ഡൗൺ ആക്കിയിരിക്കണട്ടാ. എന്തോ സീനുണ്ട് കേട്ടാ. നേരത്തെ അവിടുന്ന് ലൈറ്റ് ആ കള്ള ഫർസ നോക്കിയ രോമാഞ്ചം വന്ന് പേടിച്ച് ഫർസ വന്നാതട്ടോ. എന്റെ നെഞ്ചൊന്നും കളി തേങ്ങ കാര്യത്തില് അത്രേ ഉള്ളൂ. 5 ആൾക്കാരുണ്ട് കേട്ടോ. എടാ ഇതിന്റെ പേര് കണ്ടിട്ടാ. എന്നാ അപ്പൊ എന്തായാലും നമുക്ക് കുക്കിംഗ് ബാക്കി കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനങ്ങൾ ഏകദേശം ഇപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം അല്ല എല്ലാം കഴിഞ്ഞു. നമ്മൾ സോസ് ഉണ്ടാക്കി, സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, ഫുൾ ഉണ്ടാക്കി, സോസൊക്കെ റെഡി ആക്കിയിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ സമയം നമ്മൾ 8 മണിക്ക് തുടങ്ങി. നമ്മളിപ്പോൾ ഇത് ഒരു 2 മണിയായി ഇപ്പോൾ സമയം. അപ്പോൾ നമ്മൾ എന്തായാലും ബാസിലാക്കാൻ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ എന്തായാലും വിളിക്കാൻ പറ്റില്ല, മോശമാണ്. ഇപ്പോൾ ഇവിടെ പലരും സൈഡായിട്ടാ. ഇവനൊക്കെ കോസ്റ്റ്യൂം ഷോക്ക് പോകണം വരിക. നിൽക്കണോക്ക് കണ്ണൊക്കെ ചോന്ന് ആക്കണ്. അപ്പോൾ നമ്മളെ സാധനങ്ങൾ കേട്ടോ അല്ല മുരിവില്ല അതൊരു മോയിസ്റ്റി ഫീൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല. ആ ഒരു നൊക്കളിജബിൾ സോ നേക്ക് എത്ര കൊണ്ട് കാണാൻ കഴിയാതെ ഗിളിജബിൾ ഇവിടാണ്. അപ്പോൾ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ ആരെ വിളിച്ചത്? അല്ല ഉണ്ടാക്കിയ ആളുണ്ട്. ഉണ്ടാക്കിയ സൗദി തന്നെട്ടാ. എന്ന് വെച്ചാൽ മെയിൻ സത്യം പറയാല തോട്ടക്കം തൊട്ട് അവസാനം വരെ കാനലിൽ ചൂടിനോട്ട് ഇതിൻ്റെ അവസാനം വരെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് സജീവനായ ഫർസാനും സൗദുമാണ് നമുക്കിത് ഉണ്ടാക്കി തന്നെ. അതെ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ കിഴങ്ങുന്ന വിഭവങ്ങൾ കൊണ്ട് നമുക്ക്
മിതമായ വൈറ്റ് സോസ് ഉണ്ടായി തന്ന ആളാണ് റിനാൻ. അപ്പോൾ ഈ വൈറ്റ് സോസ് സൺഫ്ലവർ ഇല്ലേ നമ്മളോട് ചോദിച്ചു. സൺഫ്ലവർ ഇല്ല പറഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കി. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ സ്പൈസി സോസ്, വൈറ്റ് സോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതും വെളിച്ചെണ്ണ കൊണ്ടാണ്. നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മളിന്ന് സോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് പെരയില്ല സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഏകദേശം എല്ലാം ഉണ്ടാക്കുന്നത്. അത് വെളുത്തുള്ളി, ഒലിവ് ഓയിൽ പിന്നെ ഇവിടെ കുറച്ചുണ്ടായിരുന്നു, അതിനോട് നമ്മൾ കുറച്ച് ഇത് എടുത്തു. അപ്പോൾ പിന്നെ അങ്ങനെ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സൗദിനെ ക്ഷണിക്കുന്നു. മൈക്ക് കൊടുക്ക് ഒരു മുരിവ് കാണിച്ചു കൊടുക്കാൻ. സൗണ്ട് എഫക്റ്റ് ആണോ? അവിടെ ഓക്കെ തിന്ന് ഇരിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോനെ സോസ് വരുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. ഉണ്ട്, രസമുണ്ട്. മിക്സഡ് സെറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയുണ്ട്? പാക്കസാണോ? ഞാൻ ഞാൻ ഉണ്ടാക്കണമെന്നില്ല ഇനി. ഈ സോസ് യൂസ് ചെയ്യണ്ട, അതും ചെയ്ത്. ഓ സീനാണോ? നമ്മൾ ഉണ്ടാക്കിയിട്ട് പറയാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ഇത് ഇനി വിശന്നിട്ടാണെന്ന് അറിയില്ല, പക്ഷെ നല്ല രസം. അപ്പോൾ ഗൈസ് നമ്മൾ വ്ളോഗിന് ഇത്രേ ഉള്ളൂ. നമ്മൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്തു, നമ്മളുടെ സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവരും തിന്നാൻ തുടങ്ങിയാണ്. ഇതിനകം പ്ലേറ്റ് എടുത്തു. പ്ലേറ്റൊക്കെ ഒരു പ്ലേറ്റ് എടുത്തില്ലേ. അപ്പോൾ പ്ലേറ്റൊക്കെ സെറ്റാക്കി. എങ്ങനെയുണ്ട്? അതുകൊണ്ട് വെച്ച് ഞാൻ ഓർക്ക പിരാന്തിലാണ്. ഇച്ചിരി രുചിയൊന്നും അറിയില്ല. ഇച്ചിരി പൈച്ചുണ്ട്, പക്ഷെ തിന്നും, എത്രയും തിന്നും. സ്വീപ്പാക്കണില്ല. അപ്പോൾ ഗൈസ് നമ്മളെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളെ ഭയങ്കര ഹാർഡ് വർക്ക് എന്താ വള്ളിയൊക്കെ കെട്ടിക്കണ നോക്കി. ഇവിടെ കൊണ്ട് അങ്ങോട്ട് ഒരു എക്സസൈസ് വയറൊക്കെ കെട്ടി ആകെ ഗതിയുടെ കണ്ടാണ് നമ്മൾ ഇന്ന് പണിയെടുത്തത്. ഫാനിലായിട്ട് മതി അത്ര മതി അങ്ങോട്ട് അതുവരെ പോലെ. അപ്പോൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കണമെങ്കിലും നമ്മൾ ഏകദേശം കറക്റ്റ് നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിരിക്കണം. സത്യം പറയല്ലോ, കിടിലം ഫുഡ്, കിടിലം ചിക്കൻ, നല്ല വേവി, നല്ല മസാലയൊക്കെ, കിടിലം മസാല, നല്ല രസമുണ്ട്, കാര്യത്തിൽ നല്ല രസമുണ്ട്. അപ്പോൾ ഗായ്സ് ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ സൗദിനോട് ചതിട്ടാം. നിങ്ങൾ കമൻസിൽ സൗദി എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അത് കേട്ടില്ല പറഞ്ഞ ഫുഡ് ഉണ്ടാക്കുന്ന ഗേൾസിൻ്റെ വിവാഹം ചെയ്ത് കൊടുക്കാൻ അയച്ചോണ്ടിടിയേ, അതിനേ വായിച്ചായിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ബൈ. ഉറക്കം വരുന്നുണ്ട് ആൻഡ് ഫുഡ് കഴിക്കണം.